1 കോടി രൂപയോളം വില വരുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെ ടെസ്റ്റ് ഇവളെ ബോഡിയിൽ ചെയ്യാൻ പറ്റുന്നു. ഒരു ബട്ടൺ മഷ്റൂം മാത്രമേ ഞാനിപ്പോൾ യൂട്രസ് റിമൂവ് ആക്കേണ്ടി വരും. നമ്മൾ റമീസ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ കാര്യം ഇതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം രാവിലെ നമ്മുടെ ചങ്കിന് കത്തിയിടാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ചുറ്റും കൂടി നിന്നിട്ടുണ്ട്. സിറ്റുവേഷൻ ഫുള്ള് കൊലാപ്സ് ആയിട്ട് 1 ഇയർ ബാക്ക് ഞാനും എൻ്റെ ഫാമിലിയും ഫിബ്രോസ് ഫൈനൽ ഫ്ലൂയിഡ് ഇല്ലേ നമ്മളെ നട്ടയിലത്തെ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഇത് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നുള്ള പിഴവ് തന്നെയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നേരത്തെ കിടന്നുറങ്ങിയോണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം രാവിലെ നമ്മൾ എണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വേറൊരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങളടുത്ത് നിന്ന് കിട്ടിയ നല്ല റെസ്പോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന്. സോ അതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ആക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ രാവിലെ എണീറ്റുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേ ആക്കി ഇന്ന് മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് നമുക്ക് നമ്മളെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനിടയിൽ ഞാനൊരു ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഇത് കാണിക്കാനും വിട്ടുപോയി. സോ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളിൽ പല ആൾക്കാരും രാവിലെ പുട്ട്, പത്തല്, ചപ്പാത്തി ഈ വക ഐറ്റംസ് കഴിക്കുന്നതായിരിക്കും. സോ ആർക്കാണ് ഒരു ചേഞ്ച് ആഗ്രഹം ഇല്ലാത്തത്? അപ്പം നിങ്ങൾ ഒരു ഡേ എങ്കിലും ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ. പൊളിയല്ലേ? നമുക്ക് ട്രൈ ആക്കി നോക്കാം. ഇപ്പം നമ്മളെ നാട്ടിലും എല്ലായിടത്തും എല്ലാ കൈൻഡ് ഓഫ് സാധനങ്ങളും അവൈലബിൾ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡേ ഒക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം. സോ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം. ടു സ്റ്റാർട്ട് വിത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മെനുവാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ചിക്കൻ ഫ്രാങ്സും മഷ്റൂം ഓംലെറ്റും ബ്രൗൺ ബ്രെഡും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രിപ്പയർ ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഹെൽത്തി വേ തന്നെ ആയതുകൊണ്ട് തന്നെ ഫ്രാങ്സിന് ഞാൻ വേറൊന്നും മസാല ചേർക്കുന്നില്ല, ഓൾറെഡി ഫ്ലേവേർഡ് ആയിട്ട് തന്നെ ഉള്ളതാണ്. പിന്നെ ഓംലെറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഗ്രീൻ ചില്ലിയും 1 മഷ്റൂമേ എടുക്കുന്നുള്ളൂ. 1 ബട്ടൺ മഷ്റൂം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു മഷ്റൂം ഓംലെറ്റ് ചെയ്ത് നോക്കുന്നത്. സോ കുറേ മഷ്റൂംസ് ഇട്ട് കഴിഞ്ഞെങ്കിൽ രസം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നിട്ടിട്ട് നമുക്ക് ട്രൈ ആക്കി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് നമുക്കിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ എല്ലാ സൈഡ് ആകുമ്പോൾ എടുത്ത് മാറ്റാം. പിന്നെ ഓംലെറ്റ് വേകുന്ന സമയം കൊണ്ട് മഷ്റൂം വേകാത്തതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ചില്ലിയും മഷ്റൂമും അതേ സെയിം ഓയിൽ ഇട്ടിട്ടായിട്ട് ഒന്ന് ഷാലോ ആയിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അടുത്തതായി മുട്ട പൊട്ടിക്കൽ മഹാമായാണ് ഇവിടെ നടക്കുന്നത്. 1000-ഓളം മുട്ട പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എപ്പോഴും മുട്ട പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും ആയിട്ട് പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ അടുത്ത പണിയിലോട്ട് കിടക്കുകയായി. ഇത്ര ടൈമിൽ ചൂടെണ്ണ ഉണ്ടായ പാൻ ആയതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ മുട്ട വെച്ചു. പക്ഷെ പാന് ചൂടില്ലായിരുന്നു. എവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. എപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും ചട്ടി ചൂടുണ്ടാവാറില്ല. ഇനി ഈ ഓംലെറ്റിൻ്റെ മുകളിലോട്ട് നമുക്ക് ഗ്രേറ്റ് ആക്കി വെച്ച് കുറച്ച് മൊസറല്ല ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴുള്ള ഐറ്റം തന്നെ കുറച്ച് ഒറിഗാനോവും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. ഇനിയൊക്കെ സിമ്പിൾ പണിയാണ്. ഒരു ബ്രൗൺ ബ്രെഡ് എടുക്കുക, അതിനെ ടോസ്റ്റ് ചെയ്യുക, അതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ടിബിയൻ ജാമാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പക്ഷേ ജാം ലോ ഷുഗർ ഡയറ്റ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ജാം യൂസ് ആക്കുന്നില്ല, വെറും പീനട്ട് ബട്ടറാണ് യൂസ് ആക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജാം ഉണ്ടെങ്കിൽ ജാം മിക്സ് ആക്കിയെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഒരു റോബസ്റ്റോ പോലെ നല്ല ലൂസനായിട്ട് കിട്ടുന്ന പഴം ഉണ്ടെങ്കിൽ അതിനൊന്ന് സ്മാഷ് ചെയ്തിട്ടായിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. ഗൈസ്, അങ്ങനെ നമ്മൾ ശ്രീനിവാസൻ പണ്ട് ഏതോ ഫിലിമിൽ പറഞ്ഞ പോലെ റിച്ച് മാൻ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ ഒരൊറ്റ സ്നാപ്പ് കൊണ്ട് ബെഡ് മേക്കിംഗ് കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് ജിമ്മിലോട്ട് പോകുന്നതാന്നുള്ളത്. ഗൈസ്, അങ്ങനെ നമ്മൾ ജിമ്മിലേക്ക് പോകുന്നുണ്ട്.
കൊല്ലത്തിലൊരിക്കലും കാണാൻ പറ്റുന്ന കാഴ്ച. ഇൻറ്റി ജിമ്മിൽ പോകുന്ന ഇടും ഒരു മാസം കഴിക്കുക പോലും ഡെയിലി ജിമ്മ് തന്നെ. നിങ്ങൾ ഈ കാണുന്നില്ലേ എൻ്റെ കഠോരമായ പ്രഹസനങ്ങൾ. അപ്പോൾ ആരുമില്ല ഈ പ്രഹസനം കാണാൻ. അതൊരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. ആ ഒരു ടൈമും സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലെ ജിമ്മിലുണ്ടായിട്ടില്ല. നല്ല അടിപൊളി ക്ലൈമറ്റിൽ നല്ല സൂത്തിങ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഈവനിങ് ആണ്. വർണ്ണിച്ച് പറയണമെന്നുണ്ട്, പക്ഷേ അതിന് ലാഭമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ജിമ്മിൽ പോയിട്ട് വന്നിട്ടായിട്ട് കോൾ കോഫി കുടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഔട്ടായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോഫി പൗഡർ മാത്രമേ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ ആദ്യം ബോയിൽ ചെയ്യുന്നുണ്ട്. കോഫി വേറെ തന്നെ, പാല് വേറൊരു ഗ്ലാസ്സിൽ വെച്ചിട്ടായിട്ട് തണുത്തത് തന്നെ മതി. കോൾ കോഫിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, സോ പാല് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാലിനെ നമുക്ക് മിൽക്ക് ഫ്രോതർ കൊണ്ട് വിപ്പ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ കോഫിക്ക് നല്ല തിക്നെസ് വരും. എന്താ വെച്ചെങ്കിലില്ലേ, മറ്റേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലാത്തതുകൊണ്ട് ആ ഒരു ഡാൽഗോന മിക്സ് കിട്ടാത്തതുകൊണ്ടും കുറച്ച് ലൈറ്റായിട്ടുണ്ട് നമ്മൾ കോഫി. ബട്ട് പ്രോബ്ലം ഇല്ല, ജിമ്മ് കഴിഞ്ഞ് വന്ന ആ ഒരു ക്ഷീണം മാറ്റാൻ ഒരു ഡ്രിങ്ക്, ദാറ്റ്സ് ഓൾ. അറ്റ് ലാസ്റ്റ് ഇൻത്തിൻ്റെ പ്രോട്ടീനും എൻ്റെ കോൾ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടാളും ഇതൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുള്ളത്. ഇന്നത്തെ ദിവസം ലഞ്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയോണ്ട് തന്നെ പിന്നെ ഇപ്പോൾ പ്രോട്ടീനെല്ലാം കുടിച്ചുകൊണ്ട് ഇനി നേരെ ഡിന്നർ കഴിക്കാനാണ് പ്ലാൻ. സോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ ഡേ ടൈം അത്യാവശ്യം നല്ല പ്രൊഡക്ടിവിറ്റി ആയിരുന്നു. വെറുതെ കളഞ്ഞ പോലത്തെ ഒരു ഡേ ആയിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഞാൻ കാണിച്ച ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള, നമ്മളെ ആരോഗ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ടേസ്റ്റി ആയിട്ടും എന്നാൽ ഹെൽത്തി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോ. ഓക്കെ, ഇന്ന് നമ്മളെ വീഡിയോൻ്റെ സ്റ്റാർട്ടിൽ ഞാൻ നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 2-3 ഡേയ്സ് ഒരാഴ്ച ആയിട്ടുണ്ടാവും തോന്നുന്നു, ന്യൂസിലായാലും വാട്സാപ്പിലായാലും ഫുള്ളും കാസർഗോഡത്തെ റമീസ എന്ന് പറഞ്ഞൊരു +1 സ്റ്റുഡൻറ്റിൻ്റെ മരണ വാർത്തയായിരുന്നു അല്ലെ ഫുള്ളും ഉണ്ടായത്. അതായത് ആ ഒരു ന്യൂസ് നമുക്ക് കേൾക്കുന്ന സമയത്ത് ഏകദേശം 1 ഇയർ ബാക്ക് ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്ത സെയിം സിറ്റുവേഷൻ ആയിരുന്നു മനസ്സിലൂടെ വന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, അതുകൊണ്ട് ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. പക്ഷെ അതേ ഹോസ്പിറ്റലിൻ്റെ UAE ഷാർജ ബ്രാഞ്ചിൽ നിന്നും നമുക്ക് കിട്ടേണ്ടി വന്ന ആ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതായത് എനിക്ക് 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ എൻ്റെ സിസ്റ്ററിന് ഡെലിവറീൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഫുള്ളും ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കൺസൾട്ടേഷൻ ഫുള്ളുണ്ടായത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലത്തെ ഗൈനക്കോളജിസ്റ്റ് എന്തായാലും ബ്രീച്ച് ബേബി ആയതുകൊണ്ട്, ബേബി തല മുകളിലോട്ട് തന്നെയാണ്, ബേബിൻ്റെ തല താഴോട്ട് വന്നിട്ടില്ല. ആ ഒരു കണ്ടീഷനാണ് ബ്രീച്ച് എന്ന് പറയുന്നത്, ബ്രീച്ച് ബേബി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബേബി ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എന്തായാലും സിസേറിയൻ വേണ്ട വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ആൻഡ് ലാസ്റ്റ് ടൈം ചെക്കപ്പിന് പോയ സമയത്ത് എല്ലാം നോർമലാണ്, പ്രോബ്ലം ഒന്നുമില്ല. സിസേറിയൻ ഓൾറെഡി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഡേറ്റിലാണ്. ആൻഡ് അതല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. ആൻഡ് ഈ ഒരു സംഭവം സംഭവിക്കുന്ന തലേന്ന് രാത്രി, അതായത് ഒരു ഏകദേശം ഒരു 2:30 ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. ആ സമയത്ത് എൻ്റെ സിസ്റ്റർ പെട്ടെന്ന് ഉറക്കം കഴിഞ്ഞിട്ടായിട്ട് ഭയങ്കര ശ്വാസതടസ്സം പോലും, വൊമിറ്റിങ്, അങ്ങനെയെല്ലാം ഉള്ള എന്തെല്ലോ സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. അതായത് ഛർദ്ദിക്കാൻ വരുന്ന പോലെ, പിന്നെ ശ്വാസം കിട്ടാത്ത പോലെ, ലൂസ് മോഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് വയറ് സംബന്ധമായിട്ട് എന്തോ ഒരു ഇഷ്യൂ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓലെ കാണിക്കുന്ന അതേ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നല്ലേ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ, ഇത് ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹസ്ബൻഡും സിസ്റ്ററായിരുന്നു പോയത്, കാരണം വേറെ 2 കുട്ടികളുള്ളതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒന്നിച്ച്. ആൻഡ് ആ സമയത്ത് അവിടെ എത്തിയ ടൈമിൽ ഫസ്റ്റ് തന്നെ കാഷ്വാലിറ്റിയിൽ എത്തിച്ച സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു പ്രോബ്ലം ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ആള് നോർമലാണെന്ന്. കുറച്ച് ടൈം എടുക്കും, കാരണം ഡ്രിപ്പ് ഇടുന്നുണ്ട്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങാത്തതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദറിനെല്ലാം എന്താക്കിച്ചെങ്കിൽ കാറിലായിരുന്നു കുറച്ച് ടൈം ഉണ്ടായിരുന്നു. കുറച്ച് സമയം കുറച്ച് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് എന്തായി ഇത് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി എന്നിട്ട് പോയിട്ട് നോക്കുമ്പോൾ ആടുത്തെ സിറ്റുവേഷൻ ഫുള്ള് കൊലാപ്സ് ആയിട്ടാണുള്ളത്. കാരണം പോകുന്ന സമയത്ത് ഉണ്ടായ ആ സിറ്റുവേഷൻ അല്ല,
ഒരു ഈച്ച ഉണ്ട് എവിടെയോ പാറി കളിക്കുന്ന. അപ്പം സിറ്റുവേഷൻ അല്ലായിരുന്നു ഉണ്ടായത്. അതായത് ഭയങ്കര കുറേ ഡോക്ടേഴ്സ് ചുറ്റും കൂടി നിന്നിട്ടുണ്ട്. പിന്നെ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഭയങ്കര ടെൻഷനാണ് എല്ലാവരുടെ മുഖത്തും. ആൻഡ് ഇത് എന്ത് സംഭവം എന്നറിയില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ സംസാരിക്കുന്ന തന്നെയാണെന്നുള്ള കണ്ണു തുറന്നിട്ട് തന്നെ ഉണ്ട്. ശരിക്കും തന്നെ അത് ഹസ്ബൻഡിനോട് ചോദിച്ചു, അതായത് എന്താണ് പ്രശ്നം, എനിക്ക് എന്താണെന്ന് ചോദിച്ച സമയത്ത് ബേബിനെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞോലോ കുറച്ച് ക്രിട്ടിക്കലാണ്, പ്രഷറൊക്കെ കൂടിയിട്ടുണ്ട്, സോ ഇപ്പം തന്നെ ബേബിനെ എടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആൻഡ് ആ റീസൺ അപ്പോൾ എൻ്റെ സിസ്റ്റർ ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്ന് ഹസ്ബൻഡിനോട് ചോദിച്ച സമയത്ത് തന്നെ ബേബിനെ എടുക്കുന്നതെന്ന് പറഞ്ഞതാണ്. അതാണ് എൻ്റെ സിസ്റ്റർ നോർമലായിട്ട് 1 കൊല്ലം മുമ്പ് സംസാരിച്ചത്. ആൻഡ് അതിനുശേഷം പിന്നെ സിസേറിയൻ കഴിഞ്ഞു, ബേബിനെ കൊണ്ടുവന്നു. എന്നിട്ടും സിസ്റ്ററിൻ്റെ കണ്ടീഷൻ എന്തെന്ന് ചോദിക്കുമ്പോൾ അവരെന്തെന്ന് പറയുന്നില്ല. ആൻഡ് ഇത് നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്തു. ഓരോരോ ടൈം ഓരോന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ടൈം പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഫുൾ ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ട്, ചിലപ്പോൾ യൂട്രസ് റിമൂവ് ആക്കേണ്ടി വരും, പിന്നെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ്. ആൻഡ് ഇതെല്ലാം ശരി. അപ്പം നമ്മളെ എക്സ്പെക്ടേഷൻ എന്താണ്, ഇതെല്ലാം ശരിയായി കഴിഞ്ഞെങ്കിൽ ഉള്ള റൂമിലേക്ക് മാറ്റും. നോർമൽ സിസേറിയൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞാൽ അങ്ങനെ ഇത് അമ്മയായാലും കുഞ്ഞായാലും രണ്ടാളും നേരെ റൂമിലേക്ക് മാറും. അല്ല കുഞ്ഞിക്ക് എന്തെങ്കിലും കുറച്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഐസിയുലേക്ക് കുഞ്ഞോളെ മാറ്റുന്നതാണ് പതിവ്. പക്ഷേ ഇതിപ്പം ഇയോളെ കേസിൽ എന്ത് തന്നെ അവർ പറയുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ബോധം വന്നിട്ടില്ല എന്ന് പറയുന്നു. എന്താ റീസൺ എന്ന് ചോദിച്ചെങ്കിൽ അവർക്കറിയില്ല, ബോധം വന്നിട്ടില്ല. ആൻഡ് അങ്ങനെ പോയി എൻ്റെ സിസ്റ്റർ കണ്ണ് തുറന്ന് തന്നെ 52nd ഡേ ആണ് ICUവിൽ വെന്റിലേറ്ററിൽ. ആദ്യം പറഞ്ഞ അവർ 30% മാത്രമേ അവളുള്ളൂ, ബാക്കി 70% വെന്റിലേഷൻ സപ്പോർട്ടിൽ എന്ന് പറഞ്ഞു. പിന്നെ അത് കുറഞ്ഞ് വന്ന് ഇത് കുറച്ച് നോർമലായി എന്താ പറയുക 70% ഓലയിലും 30% വെന്റിലേഷനിലും വന്നു. പക്ഷെ അങ്ങനെ 51ാമത്തെ ദിവസം 52ാമത്തെ ദിവസമാണ് എൻ്റെ സിസ്റ്റർ കണ്ണ് തുറക്കുന്നത്. പിന്നെ സംസാരിക്കുന്നില്ല, ആരെയും മനസ്സിലാവുന്നില്ല, ഇങ്ങനെ നോക്കുന്ന മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 60 days ഒക്കെ ആകുമ്പോൾ ICUവിൽ മീൻസ് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത വെച്ചിട്ടായിട്ട് ഇന്നൊരു ടൈമിൽ മാത്രമേ നമ്മളെ ICUവിൽ കയറ്റുള്ളൂ. പക്ഷേ നമ്മളെ അവസ്ഥയിൽ നമ്മളെ ആണെങ്കിൽ ഫുൾ ടൈം കയറ്റാൻ തുടങ്ങിയവർ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് വരാം, അവളെ നോക്കാം, അവളെ വിളിക്കാം. നമ്മളോട് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ എനിക്കുന്നാന്ന് നോക്കാം, നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്ക്, ഓരോരാളെ വന്നിട്ട് വിളിക്കുക, ഉമ്മ വിളിക്കുക, ഉപ്പ വിളിക്കുക, അനിയൻ വിളിക്കുക, അനിയത്തി വിളിക്കുക, ഈ രീതിയിലാണ് അവർ പറയുന്നത്. എന്ത് കണ്ടീഷൻ എന്ന് വെച്ചെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ അപ്പുറം ഇപ്പുറമുള്ള ഹോസ്പിറ്റൽസിൻ്റെ ഡോക്ടേഴ്സിനോട് തന്നെ റെഫറൻസ് എടുത്തു, ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസേഴ്സിനോടും റെഫറൻസ് എടുത്തു, ഞങ്ങൾക്ക് ഇതെന്ത് കണ്ടീഷൻ എന്നറിയില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. 60 days ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ ICUവിൽ പോകുമ്പോൾ കാണുന്നത് എന്തെന്ന് വെച്ചെങ്കിൽ ഈ ICUവിലത്തെ ബെഡിൽ കയ്യും കാലെല്ലാം കെട്ടിയിട്ടിട്ടാണ് എൻ്റെ സിസ്റ്റർ ഉള്ളത്. അപ്പം അവൾക്ക് ബോധം വന്നു, കണ്ണ് തുറന്നത് ഞാൻ പറഞ്ഞല്ലോ 50-something days. ആൻഡ് ബോധം വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആണ്. അതായത് ഇങ്ങനെ എണീക്കാൻ നോക്കുന്ന പോലെ കാലോടെല്ലാം ചവിട്ടുന്നുണ്ട്. ഉപ്പാക്കെല്ലാം കുറേ ചവിട്ട് കിട്ടിയിട്ടുണ്ട്, അവിടെയുള്ള സിസ്റ്റർമാർക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി, എനിക്കും കിട്ടിയിട്ടാണ്. ഉമ്മാനെ മാത്രം ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ആകുന്ന സമയത്ത് ഇവരെന്താക്കുന്ന വെച്ചെങ്കിൽ സെഡേഷൻ കൊടുക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേ ഇത് ബോധം വരും. പിന്നെ എഗെയിൻ ഇങ്ങനെ പ്രോസസ്സ് എണീക്കാൻ നോക്കും, കാലോട് ചവിട്ടും, ഭയങ്കര അഗ്രസീവായിട്ട് കാണിക്കും. ഈ ടൈമിൽ പിന്നെ ഇവരെ സെഡേഷൻ കൊടുക്കും. ഇങ്ങനെ സെഡേഷൻ കൊടുത്ത് ഇത് തന്നെയാണ് പരിപാടി. ആൻഡ് ഇവള് ശരിക്കുള്ള ബോധത്തിൽ എൻ്റെ സിസ്റ്റർ വരുന്നില്ല. അങ്ങനെ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഒരു ഡേ എൻ്റെ ഉമ്മാക്ക് തോന്നി, അതായത് ഇവള് എണിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ആക്കുന്നത്, ഇങ്ങനെ ഡോറിൻ്റെ സൈഡിലേക്ക് കാണിക്കുന്നത്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. അപ്പം നമ്മൾ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ ഇനി നിങ്ങൾ സെഡേഷൻ കൊടുക്കണ്ട, ഓക്കെ, നമ്മൾ നോക്കിക്കോളാം, കാലും കൈയും കെട്ടിയിടണ്ട, നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കാലും കൈയൊക്കെ ഊരി സെഡേഷൻ ഒന്നും കൊടുക്കാതെ ഈ മുമ്പത്തെ സെഡേഷൻ്റെ നിന്ന് റിക്കവർ ആയ സമയത്ത് നോർമലി സംസാരിക്കാൻ തുടങ്ങി. നോർമൽ സംസാരിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് നമ്മളെ കൈ പിടിച്ച് നടത്തിക്കുന്ന സമയത്ത് കൈ പിടിച്ച് നടക്കുന്നുണ്ട്. അതെന്താക്കി ഒരു ഒബ്സർവേഷൻ റൂമുണ്ട്, ആ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. അങ്ങനെ 73rd ഡേ എന്ന് തോന്നുന്നു, ഒരു 10-12 ദിവസം ഒബ്സർവേഷൻ റൂമിലുണ്ടായിരുന്നു. അവിടുന്ന് നോർമലായി മീൻസ് നമ്മളോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഈ ത്രോട്ടിലൊക്കെയാണ് വെന്റിലേഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സംസാരമൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്തെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നി. അപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞാൽ മെമ്മറി ലോസ് ആണ്. 5 minutes കഴിഞ്ഞാൽ ഇപ്പം സംസാരിച്ചത് എന്തെന്ന് ഓർമ്മയുണ്ടായില്ല. പിന്നെ ഡെലിവറിക്ക് മുമ്പുള്ള കുറച്ച് ഇയേഴ്സിൻ്റെ അത്രയുള്ള മെമ്മറീസ് നിൽക്കുന്നില്ല. അതിന് മുമ്പുള്ളതും ചൈൽഡ്ഹുഡ് മെമ്മറീസും നമ്മളെല്ലാവരെയും
ഫാമിലിനെയൊക്കെ എല്ലാവരെയും അറിയുന്നുണ്ട്. ആൻഡ് ഇപ്പം കറണ്ട് സിറ്റുവേഷനുള്ള കാര്യം ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞത് എക്ലാംസിയ എന്ന് തോന്നുന്നു. എക്ലാംസിയ അതായത് മെഡിക്കൽ ടേം എന്തെന്നുള്ളത് എനിക്ക് നേരെ അറിയില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് പറഞ്ഞത്. അതായത് അടുത്ത ഇത്രയും നാളിനിടയിൽ അടുത്ത ഡോക്ടേഴ്സ് എന്തൊക്കെ മരുന്ന് എന്തൊക്കെ ടെസ്റ്റ് ഇവളെ ബോഡിയിൽ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അൾട്ടിമേറ്റ് ആയിട്ട് ലംബാ പങ്ക്ചർ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലംബാ പങ്ക്ചർ മീൻസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇല്ലേ നമ്മളെ നട്ടയിലത്തെ, ആ ഫ്ലൂയിഡ് എടുത്തിട്ടായിട്ട് അത് ടെസ്റ്റിന് അയക്കുന്നത്. അതൊക്കെ ഭയങ്കര ഡേഞ്ചറായ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇത് എടുക്കാൻ പറ്റുന്ന അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അതിന് വരെ നിന്ന് കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് ആ ഒരു സംഭവം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ബ്രെയിനിലേക്ക് എന്താണ് എഫക്റ്റ് ആയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ടെസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിലും ആ ടെസ്റ്റും നമുക്ക് നെഗറ്റീവ് ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവർ പറഞ്ഞത് വീൽ ചെയറിലായിരിക്കും, കോമ സ്റ്റേജിലായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നതെന്നാണ് അവർ പറഞ്ഞത്. നോർമലി ഗ്യാസ് ട്രബിൾ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ എൻ്റെ സിസ്റ്ററാണ് ഇവർ പറയുന്ന കോമ സ്റ്റേജിലായിരിക്കും റിട്ടേൺ കൊണ്ടുവരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ സിറ്റുവേഷൻ എന്തായിരിക്കും. അല്ല, ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ആൾക്കാരുടെ നമ്മൾ സമൂഹത്തിൽ കെട്ടിപ്പൊക്കുന്ന ഈ ഒരു സ്റ്റേജില്ലേ, ഇതിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത്. ആൻഡ് ഇത്രയൊക്കെ ഈ നാടകങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം, നാട്ടിലെ 1 കോടി രൂപയോളം വന്നു ബില്ല്. പക്ഷെ എന്നിട്ടും ഞങ്ങൾ ആകെ ഇവിടുത്തെ 10,000 ദിറംസ് മാത്രമേ 10,000 ദിറംസ് മാത്രമേ അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വേറാസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ഇപ്പം അടുത്ത് നമ്മൾ അതേ ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു ഇഞ്ചുറിക്ക് പോയ സമയത്ത് ഒരു എക്സ്റേ എടുക്കാൻ പോലും അവർ ഇൻഷുറൻസിൻ്റെ ക്ലെയിം വന്നാൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളിടത്താണ് 1 കോടി രൂപയോളം വില വരുന്ന ട്രീറ്റ്മെൻറ്റ് എൻ്റെ സിസ്റ്ററിന് ഇവർ ആകെ 10,000 ദിറംസ് മാത്രം അടച്ചിട്ടായിട്ട് കൊടുത്തത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ എന്നുള്ളത് ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ആൻഡ് എനിക്ക് റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. ആ ഗൈനക്കോളജിസ്റ്റ് നല്ല പ്രായമായ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റും എൻ്റെ സിസ്റ്ററിനെ ഇപ്പോൾ ഈയിടെ കാണിച്ച ENT സ്പെഷ്യലിസ്റ്റ് വരെ പറഞ്ഞു, അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഗൈനക്കോളജിസ്റ്റിൽ ഇപ്പം എൻ്റെ സിസ്റ്റർ കൺസൾട്ട് ചെയ്യുന്നുണ്ടായ ആ ഗൈനക്കോളജിസ്റ്റിനെ 1 മാസം മുമ്പേ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റിന് 1 മാസം മുമ്പേ അറിയാൻ പറ്റും. ആൻഡ് ആ ആള് ഇത്രയൊന്നും വൈകിപ്പിക്കില്ല, 1 മാസം മുമ്പേ ഓപ്പറേറ്റ് ചെയ്തിട്ടായിട്ട് കുട്ടീനെ എടുക്കുന്നതും അമ്മൻ്റെ സേഫ്റ്റി നോക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് ഈ ഹോസ്പിറ്റലിലെ വെറും 7 to 8 years മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ആൻഡ് നമ്മളിപ്പം ഈ 1 കോടി രൂപ ബില്ല് വന്നുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്കോഴ്സ് ചാരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ചാരിറ്റിയിലത്തെ ആൾക്കാർ, UAE ചാരിറ്റിയിലത്തെ ആൾക്കാർ പറഞ്ഞത് ഇത് അനസ്തേഷ്യ ഡോസ് കൂടിയിട്ടാകുമ്പോഴുള്ള കാര്യമാണ്, അതുകൊണ്ട് ചാരിറ്റിയും അപ്ലിക്കബിൾ അല്ല. സോ അങ്ങനെ കുറേ കേസും കാര്യമൊക്കെ ആയിട്ടാണ് ഇപ്പോഴും പോകുന്നുള്ളത്. ആൻഡ് എൻ്റെ സിസ്റ്റർ ഇപ്പോൾ നാട്ടിലാണുള്ളത്. ഇപ്പോൾ 1 year ആയി. ബേബിക്ക് അൽഹംദുലില്ലാ നേരെയുണ്ട്. ബേബി 1 year കഴിഞ്ഞു. ആക്ച്വലി ഓഗസ്റ്റ് 3 സംഭവം. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയി. ഇപ്പോൾ 3 മാസമായി. ആൻഡ് എൻ്റെ സിസ്റ്റർ ഇപ്പോഴും ആ ബ്രെയിൻ കണ്ടീഷൻ, മെമ്മറീൻ്റെ കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ്, മെമ്മറി ലോസ് തന്നെയാണ്. മീൻസ് ഹൊട്ടമായിട്ടുള്ള ആ ഒരു മെമ്മറീസ് ഒന്നും ഉണ്ടാവില്ല. 5 minutes കഴിഞ്ഞെങ്കിൽ അത് പോവും. പിന്നെ ഇപ്പം കണ്ട ആൾക്കാർ ആരെല്ലാം ഇവിടെ ഉണ്ടായെന്നുള്ള ഓർമ്മയുണ്ടായില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് പോയാലോ നീ നേരത്തെ ഇവിടെ ഉണ്ടായിട്ടില്ലേ, ആ രീതിയിൽ ഓള് റിയാക്ഷൻ കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയെല്ലാം ആണ് ഇപ്പോഴും സിറ്റുവേഷൻ ഉള്ളത്. അപ്പം എനിക്കൊരു കാര്യം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഇത് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നുള്ള പിഴവ് തന്നെയാണ്. കാരണം നോർമലായിട്ട് തലേദിവസം രാത്രി വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്ന് സംസാരിച്ച് ബീച്ചിലൊക്കെ നടന്നു പോയി ഇങ്ങനെയുണ്ടായ സിറ്റുവേഷനുള്ള ഒരാൾ നെക്സ്റ്റ് ഡേ പോയ സമയത്ത് ബോധം വരാതെ ഡോക്ടേഴ്സിന് പോലും കണ്ടീഷൻ എന്തെന്ന് അറിയാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഹോസ്പിറ്റൽ ആൾക്കാരുടെ പിഴവ് തന്നെയാണ്. അത് ഞാനും എൻ്റെ ഫാമിലിയും ഇന്നും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ സംഭവം കേസിൽ തന്നെയാണ്, ഈ ഹോസ്പിറ്റലും ഞങ്ങളുമായിട്ട് കേസിൽ തന്നെയാണ് ഉള്ളത്. സോ ഒരു ബില്ലും അടക്കാതെ ട്രീറ്റ്മെൻറ്റ് അപ്പം തന്നെ അവർ തുടങ്ങി. ആൻഡ് നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഇല്ല, ഇപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, ഈ ടൈമിൽ കൊണ്ടുപോയെങ്കിൽ ജീവന് തന്നെ ആപത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. ICUവിലുള്ള അത്ര മാൻഡേറ്ററി ആയ റൂൾസ് പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി തന്നു. ഒന്ന് ഇവിടെ നിർത്ത് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളോട് വിളിച്ചു നോക്ക്, സംസാരിക്കുന്ന നോക്ക്, കണ്ണ് തുറക്കുന്ന നോക്ക്, ഈ രീതിയിൽ അവർ റെസ്പോണ്ട് ആക്കിയത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംശയം വാലിഡാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അനസ്തേഷ്യ ഓവർഡോസ് ആണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇപ്പം ഓൾഡർ റിപ്പോർട്ട്സ് എല്ലാം വേറെ കുറേ ബാംഗ്ലൂർത്തെ പിന്നെ നമ്മളെ നാട്ടിൽ തന്നെയുള്ള സ്പെഷ്യലിസ്റ്റിനും
ഇതേ ഹോസ്പിറ്റലിൻ്റെ കോഴിക്കോടുള്ള ഇപ്പോൾ ഈ കുട്ടീൻ്റെ കാര്യം നടന്ന ഈ നമ്മൾ റമീസ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ കാര്യം നടന്ന ഇതേ ഹോസ്പിറ്റൽ തന്നെ കൊണ്ടുപോയിട്ടായിട്ട് അവിടെ എല്ലാം ഈ റിപ്പോർട്ട്സ് കാണിക്കുമ്പോഴും ഇവർ തന്നെ പറയുന്നുണ്ട് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വീഴ്ച തന്നെയാണ്, അവർക്കിത് മുമ്പേ അറിയേണ്ട തന്നെയാണ്, അതല്ലെങ്കിൽ ഈ അനസ്തേഷ്യ ഓവർഡോസ് ആണെന്നാണ്. പിന്നെ അത് മാത്രമല്ല ഇതിപ്പം പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ അറിഞ്ഞത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്ന ആൾക്കാരെല്ലാം ഇന്ന് ജീവനോടെ ഇല്ല, പ്ലസ് കുറേ ആൾക്കാർ കോമ സ്റ്റേജിൽ തന്നെയാണ്. അപ്പം നമ്മുടെ എന്തോ ഒരു ഭാഗ്യത്തിന് പിന്നെ അവരെ ഞങ്ങൾ അങ്ങനെ കുറ്റം പറയുന്നില്ല, കാരണം ഈ ഒരു പിഴവ് അവരുടെ നിന്ന് വന്നതിന് ശേഷം അവർ കംപ്ലീറ്റ് നല്ല കെയറിങ് തന്നെയാണ് കൊടുത്തത്. സോ അത് അങ്ങനെയുള്ള ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മളും കൂടി 24 മണിക്കൂറാണ് അവളെ കെയർ ചെയ്തത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ എൻ്റെ സിസ്റ്ററിനെ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. സോ അതിന് ബിഗ് താങ്ക്സ് ടു ഗോഡ്. പിന്നെ എന്താ പറയുക, അപ്പം ഇതാണ് ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഹെൽത്തിൻ്റെ ബേസിൽ ഓരോ ദിവസവും നമുക്ക് കുറേ ന്യൂസസ് കിട്ടുന്നുണ്ട്. ഇത് മരിച്ച ആൾക്കാർ തന്നെ വെന്റിലേറ്ററിൽ വെച്ചിട്ടായിട്ട് 3, 4, 5 ഡേയ്സ് ആ ബോഡീനെ വെച്ചിട്ടായിട്ട് മരിച്ച ആൾക്കാരുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്തോ യൂസ് ചെയ്തിട്ടായിട്ട് ഇത് സാധനം വാങ്ങിയതിന് തന്നെ ഒരു നേഴ്സിനെ പോലീസ് പിടിച്ചെന്നെല്ലാം പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടിന്. അപ്പം ഇത്ര നമ്മുടെ ജീവൻ രക്ഷിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ പ്രതീക്ഷയോടെ ഓടിപ്പോകുന്ന ഒരു ഹോസ്പിറ്റൽ, ഐ മീൻ ആ ആൾക്കാരെ തന്നെയാണ് നമ്മുടെ ചങ്കിന് കത്തിയിടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതെന്ന് ആലോചിക്കുന്നത് ഭയാനകരമായൊരു സംഭവം തന്നെയാണല്ലേ. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഹോസ്പിറ്റൽ പോകാൻ പേടിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ കുറേ പറഞ്ഞ് കുറേ ആയി, പക്ഷെ ഞങ്ങൾ 3 മാസം ആ ഹോസ്പിറ്റലിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പം അത് ഈ ഒരു വീഡിയോയിൽ ഇത്രയെങ്കിലും നമുക്ക് പറയാതെ എനിക്ക് പറ്റില്ലല്ലോ ആക്ച്വലി. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അറിവിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന നമുക്ക് എല്ലാവർക്കും റമീസ എന്ന് പറഞ്ഞ ആ കുഞ്ഞിക്കും പിന്നെ എൻ്റെ സിസ്റ്ററിന് പെട്ടെന്ന് നേരാവാൻ, ആ മെമ്മറി ഇഷ്യൂസും കുറച്ചുള്ള ആൾക്കുള്ള പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസൊക്കെ നേരാവാനും നിങ്ങളെല്ലാവരും പ്രേ ചെയ്യണം, ദുആ ചെയ്യണം. പിന്നെ എന്താ പറയുക, ഞാനിപ്പം കൂടുതൽ ഞാനിനെ ഈ വീഡിയോനെ വലിച്ചു കെട്ടി നീട്ടി കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പിന്നെ ഇനി എന്ത് കാര്യം പറഞ്ഞാലും ലാസ്റ്റ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും സെയിം പല്ലവി തന്നെയാണ്. എൻ്റെ വീഡിയോവും എന്നെയും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ആക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസ് അറിയിക്കണം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആക്കിയിരിക്കണം. ബൈ ബൈ.